പ്രൈസ് ദ ലോർഡ്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ളതായ വേദവാക്യങ്ങൾ. അകമ്പടി നായകനായ നെബൂസറാദാൻ ഇരമ്യാവെ റാമയിൽ നിന്ന് വിട്ടയച്ച ശേഷം അവന് യഹോവയിങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട്, ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോയവരായ യെരൂശലേമിലെയും യെഹൂദായിലെയും സകല ബദ്ധന്മാരുടെയും കൂട്ടത്തിൽ അവനെയും ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു. എന്നാൽ അകമ്പടി നായകൻ ഇരമ്യാവെ വരുത്തി അവനോട് പറഞ്ഞത്, നിന്റെ ദൈവമായ യഹോവ ഈ സ്ഥലത്തെക്കുറിച്ച് ഈ അനർത്ഥം അരുളി ചെയ്തതുപോലെ യഹോവ വരുത്തി നിവർത്തിച്ചുമിരിക്കുന്നു. നിങ്ങൾ യഹോവയോട് പാപം ചെയ്ത് അവൻ്റെ വാക്കു കേൾക്കാതിരുന്നതുകൊണ്ട് ഈ കാര്യം നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതാ നിന്റെ കൈമേലുള്ള ചെങ്കല ഞാൻ ഇന്ന് അഴിച്ചു നിന്നെ വിട്ടയക്കുന്നു. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോരുക, ഞാൻ നിന്നെ നോക്കും. എന്നോടുകൂടെ ബാബേലിൽ പോരുവാൻ അനിഷ്ടം തോന്നിയാലോ പോരേണ്ട. ഇതാ ദേശമൊക്കെയും നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. നിനക്കിഷ്ടവും യോഗ്യവുമായി തോന്നുന്നിടത്തേക്ക് പോയിക്കൊള്ളുക. അവൻ വിട്ടുപോകും മുമ്പേ അവൻ പിന്നെയും ബാബേൽ രാജാവ് യഹൂദാ പട്ടണങ്ങൾക്ക് അധിപതിയാക്കിയിരിക്കുന്ന ശാഫാന്റെ മകനായ അഹീക്കാമിന്റെ മകൻ ഗദല്യാവിന്റെ അടുക്കൽ നീ ചെന്ന് അവനോടുകൂടെ ജനത്തിന്റെ മധ്യേ പാർക്ക, അല്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള ഇടത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അകമ്പടി നായകൻ വഴിച്ചിലവും സമ്മാനവും കൊടുത്ത് അവനെ യാത്ര അയച്ചു. അങ്ങനെ ഇരമ്യാവ് മിസ്പായിൽ ഹീക്കാമിൻ്റെ മകനായ ഗദല്യാവിൻ്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ ദേശത്ത് ശേഷിച്ചിരുന്ന ജനത്തിൻ്റെ ഇടയിൽ പാർത്തു. ബാബേൽ രാജാവ് അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവെ ദേശാധിപതിയാക്കിയെന്നും ബാബേലിലേക്ക് പിടിച്ചു കൊണ്ടുപോകാത്ത ദേശത്തിലെ എളിയവരായ പുരുഷന്മാരെയും സ്ത്രീകളെയും പൈതങ്ങളെയും അവനെ ഏൽപ്പിച്ചു എന്ന് നാട്ടിൻപുറത്തുണ്ടായിരുന്ന എല്ലാ പടത്തലവന്മാരും അവരുടെ ആളുകളും കേട്ടപ്പോൾ അവർ മിസ്പായിൽ ഗദല്യാവിൻ്റെ അടുക്കൽ വന്നു. നെഥന്യാവിൻ്റെ മകനായ ഇശ്മയേൽ, കാരേഫിൻ്റെ പുത്രന്മാരായ യോഹന്നാനും യോനാഥാനും തൻഹൂമത്തിൻ്റെ പുത്രനായ സെരായാവും നെട്ടോഫാദ്യനായ എഫായിയുടെ പുത്രന്മാർ, മയഖാത്യൻ്റെ മകനായ യസന്യാവ് എന്നിവരും അവരുടെ ആളുകളും തന്നെ ശാഫാന്റെ മകനായ അഹീക്കാമിൻ്റെ മകൻ ഗദല്യാവ് അവരോടും അവരുടെ ആളുകളോടും സത്യം ചെയ്തു പറഞ്ഞതെന്തെന്നാൽ, നിങ്ങൾ കൽദയരെ സേവിപ്പാൻ ഭയപ്പെടരുത്. ദേശത്തു പാർത്ത് ബാബേൽ രാജാവിനെ സേവിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് നന്നായിരിക്കും. ഞാൻ നമ്മുടെ അടുക്കൽ വരുന്ന കൽദയർക്ക് ഉത്തരവാദിയായി മിസ്പായിൽ വസിക്കും. നിങ്ങളോ വീഞ്ഞും പഴവും എണ്ണയും ശേഖരിച്ച് പാത്രങ്ങളിൽ സൂക്ഷിച്ച് നിങ്ങൾ കൈവശമാക്കിയ പട്ടണങ്ങളിൽ പാർത്തുകൊള്ളുവീൻ. അങ്ങനെ തന്നെ മോവാബിലും അമോന്യരുടെ ഇടയിലും ഏദോമിലും മറ്റു ദേശങ്ങളിലും ഉണ്ടായിരുന്ന എല്ലാ യഹൂദന്മാരും ബാബേൽ രാജാവ് യഹൂദായിൽ ഒരു ശേഷിപ്പിനെ വെച്ചിട്ടുണ്ടെന്നും ശാഫാന്റെ മകനായ അഹീക്കാമിൻ്റെ മകൻ ഗദല്യാവെ അവർക്ക് അധിപതിയാക്കിയിട്ടുണ്ടെന്നും കേട്ടപ്പോൾ സകല യഹൂദന്മാരും അവർ ചിതറിപ്പോയിരുന്ന സകല സ്ഥലങ്ങളിൽ നിന്നും മടങ്ങി യഹൂദാദേശത്ത് ഗദല്യാവിൻ്റെ അടുക്കൽ മിസ്പായിൽ വന്നു. വീഞ്ഞും പഴവും അനവധിയായി ശേഖരിച്ചു. എന്നാൽ കാരേഹിൻ്റെ മകനായ യോഹന്നാനും നാട്ടിൻപുറത്തു പാർത്തിരുന്ന എല്ലാ പടത്തലവന്മാരും മിസ്പായിൽ ഗദല്യാവിൻ്റെ അടുക്കൽ വന്നു അവനോട്, നിന്നെ കൊന്നുകളയേണ്ടതിന് അമോന്യരുടെ രാജാവായ ബാലിസ് നെഥന്യാവിൻ്റെ മകനായ ഇസ്മയേലിനെ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുന്നുവോ എന്ന് ചോദിച്ചു. അഹീക്കാമിൻ്റെ മകനായ ഗദല്യാവോ അവരുടെ വാക്ക് വിശ്വസിച്ചില്ല. പിന്നെ കാരേഹിൻ്റെ മകനായ യോഹന്നാൻ മിസ്പായിൽ വെച്ച് ഗദല്യാവോട് രഹസ്യമായി സംസാരിച്ചു, ഞാൻ ചെന്ന് ആരും അറിയാതെ നെഥന്യാവിൻ്റെ മകനായ ഇസ്മായിലിനെ കൊന്നുകളയട്ടെ. നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന എല്ലാ യഹൂദന്മാരും ചിതറിപ്പോകുവാനും യഹൂദായിൽ ശേഷിച്ചവർ നശിച്ചു പോകുവാനും തക്കവണ്ണം അവർ നിന്നെ കൊല്ലുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എന്നാൽ അഹീക്കാമിൻ്റെ മകൻ ഗദല്യാവ് കാരേഹിൻ്റെ മകൻ യോഹന്നാനോട്, നീ ഈ കാര്യം ചെയ്യരുത്, നീ ഇസ്മായിലിനെ കുറിച്ച് ഭോഷ്കു പറയുന്നു എന്ന് പറഞ്ഞു.